ഹായ് everyone. എവർക്കും ട്രാപ്പേഡ് മല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ വരാൻ പോകുന്ന വീക്കിൽ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെ റെഡി ആയിരിക്കണം, ഒരു ആസ് എ ഓപ്ഷൻ ട്രേഡർ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ വരാൻ പോകുന്ന വീക്ക് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിലെല്ലാം മാർക്കറ്റിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ചെറിയൊരു സെൽ ഓഫ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഹൈ ലാസ്റ്റ് വീക്കിൽ ഒരു നല്ലൊരു മൂവ് വന്നതിന് ശേഷം ഈ ഹൈക്ക് എബോ മാർക്കറ്റ് സൈഡ് വേസ് പോയതിനു ശേഷം എക്സാക്ട് ഞാൻ പറഞ്ഞത് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ഇത് കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റെസിസ്റ്റൻസ് ഏരിയ നിന്ന് ക്ലിയർ ആയിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴത്ത് വരുന്നത് പോലെ കാണിക്കുകയാണ്. ഓക്കെ, താഴത്തത് വരുന്നത് പോലെ കാണിക്കുകയാണ്. മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, താഴത്ത് വരുന്നത് പോലെ കാണിക്കുകയാണ്. ബട്ട് എന്താ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ടോ? സ്ട്രോങ് ആയിട്ട് ഇല്ല, മാർക്കറ്റ് താഴത്തോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതേപോലെ ഒരു ബ്രേക്ക്ഔട്ട് തന്ന് ഇതേപോലെ ഒരു ഹൈനേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി എക്സാക്ട് റെസിസ്റ്റൻസിന്ന് സെല്ല് ചെയ്ത് ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഒരു ചാനൽ പോലെ ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. ഓൾറെഡി ഈ ഏരിയയിൽ ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് പുഷ് ചെയ്തു, പിന്നെയും താഴത്തോട്ട് വരുന്നത് പോലെ തന്നെയാണ് കാണിക്കുന്നത്. സോ ഞാൻ എന്റെ ഒരു വ്യൂ പറഞ്ഞിരുന്നു, മാർക്കറ്റില് ഇപ്പൊ ഒരു സൈഡ് വൈസ് പോകാനുള്ള സാധ്യത എല്ലാം കൂടുതലാണ്. ബിക്കോസ് ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് മാർക്കറ്റ് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, മാർക്കറ്റ് ആ ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള ഈ എല്ലാ ലോ എല്ലാം ബ്രേക്ക് ചെയ്ത് ഇവിടെ സെലേഴ്സിനെ ട്രാപ്പ് ചെയ്തു, ഇവിടെ സെലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. ഈ ഓരോ സ്ഥലത്തും ഞാനിങ്ങനെ സർക്കിളിൽ മാർക്ക് ചെയ്ത് എല്ലാ സെല്ലേഴ്സിനും ബയേഴ്സിനും ട്രാപ്പ് ചെയ്ത ഏരിയകളാണ്. കണ്ടോ, ഇവിടെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നു, അവിടുന്ന് കറക്ഷൻ വരും, അതിനുശേഷം മാർക്കറ്റ് മൂവ് ആവുന്നു. അപ്പൊ ഓരോ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ ചെക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും ട്രാപ്പ് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആയിട്ട് ഓരോ ദിവസത്തെ വീഡിയോയിലും ലൈവ് ട്രേഡ് ഒക്കെ എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി അതിന്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് ഞാൻ നിൽക്കുന്നത് കാണിച്ചു തരാം. മാർക്കറ്റ് ഇതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന ഒരു കറക്ഷൻ. ഓക്കെ, ഡയറക്റ്റ് എന്ത് ചെയ്തു, കറക്റ്റ് ഒരു കറക്ഷൻ വന്നു. നിയർലി എത്ര പോയിന്റ് കറക്ഷൻ ആയിരുന്നു, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതായിരുന്നു അന്ന കറക്ഷന്റെ ഹൈ, ഇതായിരുന്നു കറക്ഷന്റെ ലോ. നിയർലി 7 ഓക്കെ 7.2% ബാങ്ക് നിഫ്റ്റി കറക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കറക്ഷൻ വന്നിട്ടുണ്ട്. കറക്ഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് പുൾ ബാക്ക്. ഓക്കെ, ഫസ്റ്റ് പുൾ ബാക്ക് എവിടെ നിന്നായിരുന്നു? ഇവിടെ നിന്നായിരുന്നു ഫസ്റ്റ് പുൾ ബാക്ക്. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് പുൾ ബാക്ക് നടത്തി. ഈ ഏരിയയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, മാർക്കറ്റ് എക്സാക്ട് അത് റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിന് കണ്ടിന്യൂ താഴത്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, കണ്ടിന്യൂ താഴത്ത് വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പുൾ ബാക്കിൽ എപ്പോഴും നോക്കുക, ഫസ്റ്റ് പുൾ ബാക്ക് അതായത് മാർക്കറ്റ് തിരിച്ചു വന്ന ഫസ്റ്റ് പുൾ ബാക്കിൽ നമ്മൾ എൻട്രി എടുക്കണം. ഇതേപോലെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നിയർലി 2000 പോയിന്റിന്റെ ഒരു മൂവ് താഴത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് 2000 പോയിന്റ് മൂവ് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മാർക്കറ്റ് ആ ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ സാഹചര്യങ്ങളും കാണിക്കുന്നു. പക്ഷെ എന്ന് പറഞ്ഞ് ട്രെൻഡ് ചേഞ്ച് ഇല്ല. ബിക്കോസ് മാർക്കറ്റ് ആ വന്ന മൂവിന്റെ എക്സാക്ട് 50%, ഓക്കെ 50%ഉം 61.8. അപ്പൊ ഫിബനോഷി വെച്ച് ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏരിയ ഇവിടുന്ന് പിന്നെയും സെല്ല് ചെയ്യും. ഓക്കെ, പിന്നെയും സെല്ല് ചെയ്യാൻ നേരത്ത് ഈ വന്ന മൂവിന്റെ ഫസ്റ്റ് ഫുൾ ബാക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് റിപ്ലൈ ചെയ്തത്. ഓക്കെ, തിരിച്ച് അതേ ഏരിയയിൽ പിന്നെയും മാർക്കറ്റ് എത്തിയപ്പോഴും മാർക്കറ്റ് അത്രക്ക് സ്ട്രോങ് ആയിട്ടല്ല ഇവിടെ സെല്ലിംഗ് നടത്തുന്നത്. നോക്കിയാൽ മനസ്സിലാകും ഇവിടുന്ന് സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് താഴ്ത്തു വന്നത്. പക്ഷെ ഇവിടെ ഈ രണ്ടാമത്തെ പുൾ ബാക്കിൽ ഇവിടുന്ന് ഫസ്റ്റ് പുൾ ബാക്ക്, അത് കഴിഞ്ഞ് ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്നു. നോക്കുക, ഓക്കെ, ഫസ്റ്റ് പുൾ ബാക്ക് നടത്തി, സെക്കൻഡ് പുൾ ബാക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന സെല്ലിംഗ് അത്ര സ്ട്രോങ് ആയിട്ടല്ല, പക്ഷെ എന്നാലോട്ട് സെല്ലിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, എന്നാലിട്ട് സെല്ലിംഗ് ഉണ്ട്. അതെന്തിനു നടത്തുന്നു? ഓക്കെ, ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടുത്തെ ഒരു ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത്തെ ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓരോ വീക്കിലി ബേസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ലോ കഴിഞ്ഞതിന്റെ 2 ആഴ്ച മുന്നേ ഇതായിരുന്നു ലോവർ, ഇത് ലോവർ ലോ. ഓക്കെ, ഇത് ലോവർ ലോ, അതിന് ശേഷം ലോവർ നോക്കുക, ഇത് ലോവറിലെ ഓരോ ഹൈ നോക്കുക, ഓരോ ഈ ലോയിനേക്കാളും ഈ ലോ അതിനു മുകളിലാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലെ ലോ നോക്കുക, അതിനു മുകളിലാണ്. ഓക്കെ, അപ്പൊ അത് ഓരോ ലോയും മുകളിലോട്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, മുകളിലോട്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് താഴത്ത് ഇത് ഈ ലോയെ ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച താഴത്ത് വന്നില്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ലോയെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ആഴ്ചയിൽ പറ്റിയില്ല. മാർക്കറ്റ് അതിന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. അപ്പൊ അതിനർത്ഥം ഈ ഒരു പുൾ ബാക്കിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ പുൾ ബാക്ക് വരുന്നു. ഈ ഏരിയയിൽ
സെല്ലിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നേ ഉള്ളൂ. സെല്ലിങ്ങിൽ ഇപ്പൊ ഇവിടെ വീക്ക്നെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുന്ന് ഇതൊരു ക്ലിയർ ഒരു റേഞ്ച് ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. മാർക്കറ്റ് സെല്ലിംഗ് വന്നതിന് ശേഷം ഫസ്റ്റ് പുൾ ബാക്ക്, സെക്കൻഡ് പുൾ ബാക്ക്, മാർക്കറ്റ് ഒരു ക്ലിയർ റേഞ്ച് നടത്തുകയാണ്. ഈ നടത്തുന്നതിന് അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിൽ എത്രത്തോളം ഒരു റേഞ്ചിൽ പോകുന്നു, ഓക്കെ, എത്രത്തോളം മാർക്കറ്റ് റേഞ്ചിൽ പോകുന്നോ അത്രത്തോളം മാർക്കറ്റ് വൺ സൈഡ് മൂവ്, മേ ബി ഇങ്ങനെ ഒരു മൂവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിന്റെ, ഓക്കെ, ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് നടത്തി ട്രാപ്പ് ചെയ്യാനും പറ്റും. ഈ റേഞ്ചിന്റെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് നടത്തിയതിനു ശേഷം ക്വിക്കായിട്ട് ഇങ്ങനെ താഴ്ത്തു വരാനും സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് പോസിബിലിറ്റിയാണ് ഞാൻ ഓക്കെ, രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു റേഞ്ചിന്, ഓക്കെ, അപ്പൊ ഈ റേഞ്ചിന്റെ ഓൾറെഡി മാർക്കറ്റ് ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ ഇത് ഏത് സ്ഥലം? ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ പറഞ്ഞിരുന്നു റേഞ്ചിനെ കുറിച്ച് പറയുന്നില്ല എന്ന്. അപ്പൊ റേഞ്ച് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് 53, ഓക്കെ, നോക്കുക, 52,900, 52,900ന്റെയും 50,400, ഓക്കെ, 52,900, 50,400ന്റെയും ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. മാർക്കറ്റ് എത്രത്തോളം റേഞ്ചിനകത്ത് നിൽക്കുന്നോ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഒരു വൺ സൈഡ് മൂവ് വരും. ഓക്കെ, അപ്പം മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് വേണം പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റ് ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് എന്നിരുന്നാലും ഈ 52,800 എന്നുള്ള, ഓക്കെ, ഈ 52,800 എന്നുള്ള ഈ ഒരു റേഞ്ചിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു ഇരിക്കും മാർക്കറ്റ്. ബിക്കോസ് ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു സഡൻ ഫോൾ വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഒരു സഡൻ ഫോൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെറിയ ടൈം ഫ്രെയിം, 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റ് ചെറിയൊരു സെല്ലിംഗ് നടത്തിയതിനു ശേഷം മാർക്കറ്റ് ഒരു ക്ലിയർ ഒരു ചെറിയൊരു റേഞ്ചിനകത്താണ്. ആ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ആ ഒരു വലിയൊരു വൺ സൈഡ് മൂവ് തന്നതിന് ശേഷം ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുണ്ടോ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇതൊരു എത്രയാണ്? 52,752, ഓക്കെ, 52,440. ഇതിന്റെ ഈ ബ്രേക്ക് ഡൗൺ താഴത്തോട്ട് വന്ന് എക്സാക്ട് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഓരോ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓരോ ലോ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത്, ഓരോ ലോ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തു. അതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിന് അർത്ഥം റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സിനെയും റീറ്റെയിൽ ആയിട്ടുള്ള ബയേഴ്സിനെയും അവർ വിളിക്കണം. മാർക്കറ്റ് മുകളിലോട്ട് പോകണം. പക്ഷെ പോകുന്നതിന് മുമ്പ് റീറ്റെയിൽ ആയിട്ടുള്ള ബയേഴ്സിനെ അവർ വെറുപ്പിക്കുകയാണ്, കൊണ്ടുവരികയാണ്. നമ്മൾ ഒരിക്കലും അവർക്ക് മുകളിലോട്ട് പോകുമ്പോൾ അവർക്ക് ഒരിക്കലും ഇത് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പൊ നമ്മളെല്ലാവരെയും സെൽ സൈഡിൽ, അതായത് നമ്മുടെ ഇവിടെ ബൈ ചെയ്യുന്നവരെല്ലാവരും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഓക്കെ, ഈ ഏരിയയെല്ലാം ബൈ ചെയ്യുന്നവർ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി നമ്മളെല്ലാം മടുക്കും. ഓക്കെ, നമ്മളെല്ലാം മടുത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും ബൈ സൈഡിലോട്ട് ചിന്തിക്കാതെ വരുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് തരും. ഓക്കെ, വൺ സൈഡ് മൂവ് തരും. അപ്പം ഇതൊരു നല്ലൊരു ക്ലിയർ റേഞ്ചാണ്. കഴിഞ്ഞ ആഴ്ചയിലെ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് 52,400, 51,700. ഓക്കെ, ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് അടുത്ത ചെയ്യാനായിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 52,000, ഓക്കെ, 52,000, 51,900 ഇതൊരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യണം. അപ്പൊ ഇത് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗൺ, ഓക്കെ, ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം ഇതിന് താഴെയാണ് ഗ്യാപ് ഡൗൺ, അല്ല ഗ്യാപ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ഇവിടെ ഈ സ്റ്റോപ്പ് ലോസസിനെയൊക്കെ ഹണ്ട് ചെയ്തിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഈ ഏരിയയിൽ ഇതിനെ ഒന്ന് ഹണ്ട് ചെയ്തതിന് ശേഷം, ഓക്കെ, നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് ഒരു ചെറിയൊരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ എൻട്രി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് പിന്നെയും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഇവിടെ സെല്ലിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അവിടെ വോളിയം നോക്കുക. വോളിയം നോക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് എൻട്രി എടുക്കുക. സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ സെൽ സൈഡിലായിട്ട് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. സെൽ സൈഡിലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇത്രയേ ഉള്ളൂ. തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഇതിന് മുകളിലാണ് എനിക്ക് സെൽ സൈഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുള്ളൂ. സെൽ സൈഡിലോട്ട് മാർക്കറ്റ് ഡയറക്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നിങ്ങനെ താഴ്ത്തു വരാൻ സാധ്യതയുണ്ടാവും. ഓക്കെ, മാർക്കറ്റ് ഈ വരുന്ന ആഴ്ചയിലും മിക്കവാറും സൈഡ് വൈസ് പോകാനോ അല്ലെങ്കിൽ വൺ സൈഡ് ഒരു അപ് സൈഡ് മൂവോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ മുകളിലോട്ട് പോയി ഇങ്ങനെ കണ്ടിന്യൂ നിൽക്കാനായിരിക്കും സാധ്യത കൂടുതൽ. അപ്പൊ ഇവിടെ എൻട്രി എങ്ങനെ ഇരിക്കണം? ഇന്നലത്തെ ലോ, ഓക്കെ, ഇന്നലത്തെ ലോ അല്ലെങ്കിൽ ഇന്നലത്തെ പ്രീവിയസ് ഡേ ഹൈയും, ഓക്കെ, പ്രീവിയസ് ഡേ ലോയും, ഓക്കെ, പ്രീവിയസ് ഡേ ലോയും ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവേഴ്സൽ എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കുക. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടും. ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ
ഇങ്ങനെ മൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഒന്നാമത്തെ എൻട്രി. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഗ്യാപ് ഡൗൺ ആണ്. സ്ട്രോങ് ആയിട്ട് ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം ഈ ഏരിയയിലാണ് വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു പുൾ ബാക്ക് തരികയാണ്, താഴ്ത്തു വരാനും ഇങ്ങനെ താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. സ്ട്രോങ് ഗ്യാപ് ഡൗൺ ആണ് തരുന്നതെങ്കിൽ, ഓക്കെ, സ്ട്രോങ് ഗ്യാപ് ഡൗൺ ആണ് തരുന്നതെങ്കിൽ ഈ 51,400 എന്നുള്ള ഈ സപ്പോർട്ടിൽ മാർക്കറ്റ് സപ്പോർട്ടിൽ എത്തിയ ഉടനെ തന്നെ, ഓക്കെ, സപ്പോർട്ടിൽ എത്തിയ ഉടനെ തന്നെ സ്ട്രോങ് ആയിട്ടാണ് മൂവ് ആവുന്നെങ്കിൽ ഒഴിവാക്കുക. അല്ലാതെ അതർവൈസ് മാർക്കറ്റ് ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ മുകളിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടാമത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും ഒരു സഡൻ ഫോളിന് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് ഇതുവരെ ഈ ഒരു 53,900 84,000 റേഞ്ച് ഒന്നും മാർക്കറ്റ് കവർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ 54,200 ഒന്നും കവർ ചെയ്യുന്നില്ല. നമുക്ക് ഒരിക്കലും ട്രെൻഡ് ചേഞ്ച് ആയെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതെല്ലാം ഫിബൊനാച്ചി വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഫസ്റ്റ് ബുൾ ബാക്ക്, സെക്കൻഡ് ബുൾ ബാക്കിലേക്ക് ചെയ്യുന്ന, പിന്നെ ഇതേപോലെ ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പോൾ സഡൻ ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബട്ട് ഓൾറെഡി മാർക്കറ്റ് ഈ ലോയെ വന്ന്, ഓക്കെ, ഇതേപോലെ ലോയെ വന്ന് ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആയേക്കുന്നത്. അതുകൊണ്ട് ഒരല്പം പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പം അമേരിക്കയിലെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, ട്രംപിന്റെ വിജയമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി എല്ലാവരും ഒരു പോസിറ്റീവ് വൈബാണ് വെക്കുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് ചെയ്തത്? പോസിറ്റീവ് വൈബായിരുന്നു. ഇലക്ഷന്റെ ഒരു ദിവസം മുന്നേ നമുക്കൊരു വൺ സൈഡ് അപ് സൈഡ് മൂവ് തന്നതിന് ശേഷം നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കിയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കിയെടുക്കുക, ലിക്വിഡിറ്റി ഹണ്ടിങ് ആണ്, ക്രൗഡ് ഫണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ എല്ലാവരും സ്റ്റോപ്പ് ലോസസിനെ മാർക്കറ്റ് ഹണ്ട് ചെയ്ത് സ്ലോ ആൻഡ് സ്റ്റഡി താഴ്ത്തു വന്നു. പക്ഷേ നമ്മളെല്ലാം ഇട്ട് വെറുപ്പിക്കും എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും താഴത്തോട്ട് സെൽ സൈഡിലോട്ട് ചിന്തിക്കാൻ നേരത്ത് മാത്രം അവർ മുകളിലോട്ട് അവർ ലിക്വിഡിറ്റി അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോഴേ അവർ മുകളിലോട്ട് ചിന്തിക്കുകയുള്ളൂ. അവർക്ക് വേണ്ടത് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, നമ്മുടെ ഹ്യൂജ് ആയിട്ടുള്ള പൈസയാണ് അവർക്ക് വേണ്ടത്. അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് ഒരു എൻട്രി നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് ഒരു എൻട്രി ഇവിടുന്ന് വരുന്നുണ്ട്, അതുമൊക്കെ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. റേഞ്ചിന്റെ ഏത് റേഞ്ചിലാണെന്ന് ഞാൻ പറഞ്ഞു. 52,400, 51,700. ഓക്കെ, ഇതിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് എത്രത്തോളം ഇതിന് ഏരിയ നിൽക്കുന്നു, ഏത് സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് തരുന്നു അവിടെ കെയർഫുൾ ആവുക. ഓക്കെ, ഇവിടെ താഴത്തോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ മൂവ് ആവാൻ സാധ്യതയുണ്ട്. അല്ല, ഡയറക്റ്റ് ഇവിടെ ഇങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരാനും സാധ്യതയുണ്ട്. അതായത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക, മാർക്കറ്റിലെ ട്രാപ്പിനെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ മാർക്കറ്റിലെ ട്രാപ്പിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് എന്റെ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമാണെങ്കിൽ യൂട്യൂബിൽ പോയി ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതെന്റെ പ്രൊഫൈൽ. ഓക്കെ, ഇതെന്റെ പ്രൊഫൈൽ. എനിക്ക് ടെലഗ്രാമിൽ എന്റെ പേഴ്സണൽ ഗ്രൂപ്പും യൂട്യൂബിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. വേറെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴി ആരെങ്കിലും നിങ്ങളോട് പ്രോഫിറ്റ് ഷെയറിംഗ് അല്ലെ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നോ പറയുക. അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഇതിനകത്ത് പോവുക, എന്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ബട്ടന്റെ തൊട്ട് പറ്റേ തന്നെ, ഓക്കെ, തൊട്ട് വലതുവശത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ ജോയിനിൽ ക്ലിക്ക് ചെയ്താൽ, ഓക്കെ, ക്ലിക്ക് ചെയ്താൽ മാർക്കറ്റിൽ നടക്കുന്ന ലിക്വിഡിറ്റി ഗ്രാബ്, സ്റ്റോപ്പ് ലോസസ് ഹണ്ടിങ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വോള്യത്തിന് അവരെങ്ങനെ വോള്യം എങ്ങനെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു, ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആയിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കോഴ്സായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കുന്നത് മെമ്പർഷിപ്പ് പ്രോഗ്രാം ആണ്, മന്ത്ലി ബേസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ കോഴ്സിൽ 25,000, 50,000, 1,00,000 കൊടുത്ത് പഠിക്കുന്നതിൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ, അതും വിത്ത് ട്രേഡ്, ലൈവ് ട്രേഡ്സ് അടക്കം ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കയറി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്ത് വീഡിയോയുടെ ഗുണം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്കാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്റെ ടെലഗ്രാം ഐഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിനകത്ത് ആരും ഞാൻ കോൾ ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർത്ത് അതിനകത്ത് ആരും ജോയിൻ ചെയ്യേണ്ട. അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നാളെ തന്നെ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ആരും ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അതൊന്നും നടക്കുന്നതല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു അറിവ് നേടാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല അറിവുകൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.